തറവാടിൻ്റെ മുറ്റം ഒരിക്കലും മറക്കൂല. എന്ത്? മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. നടക്കാൻ തുടങ്ങിയ കാലത്ത് നീ വെച്ച ഓരോ കാൽപ്പാടുകളും നമ്മുടെ തറവാടിൻ്റെ മുറ്റത്തിപ്പോഴും അങ്ങനെ മായാതെ കിടക്കുന്നുണ്ട്. തറവാടുകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്. നമ്മൾ പണ്ട് നമ്മുടെ ഹൈന്ദവ തറവാടുകളുണ്ടല്ലോ, ഹൈന്ദവ സുഹൃത്തുക്കളുടെ അവരുടെ പഴയ തറവാടുകൾക്ക് പറയുന്ന ഒരു പേരുണ്ട്. വീട് എന്നല്ല പറയുക, പൊര എന്നല്ല പറയുക, അതൊന്നുമല്ല പറയുക. പിന്നെന്താ പറയുക? മന എന്നാണ് പറയുക. കേട്ടിട്ടില്ലേ മന? മന മന എന്ന് പറഞ്ഞാൽ ആ വാക്കിനൊരു അർത്ഥമുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? മന മന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഗംഭീരമായ അർത്ഥമുള്ള ഒരു വാക്കാണത്. അത് പറയുന്നത് ഒരു വീടിനാണെന്ന് ആലോചിക്കണം. അവരുടെ പഴയ തറവാടുകൾക്ക് പറയുന്ന പേരാണ് മന. മന എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളാണ്. ഒന്ന് മാ ആണ്, ഒന്ന് ന ആണ്. മാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ. മാ എന്ന് പറഞ്ഞാൽ ഞാൻ. ന എന്ന് പറഞ്ഞാലോ? ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്, സംസ്കൃത വാക്കാണ്. മാ എന്ന് പറഞ്ഞാൽ ഞാൻ, ന എന്ന് പറഞ്ഞാൽ ഇല്ല. എന്ന് പറഞ്ഞാൽ എന്തായി? ഞാനില്ല. വീടിന് വിളിക്കുന്ന പേരാണത്. അവരുടെ വീടിന് പറയുന്ന പേരെന്താണ്? ഞാനില്ലാത്ത സ്ഥലമാണ്. ഞാനില്ലാത്ത സ്ഥലമാണ് എൻ്റെ വീട്. അവിടെ നമ്മളേ ഉള്ളൂ. എനിക്ക് മാത്രമായൊരു സ്വപ്നം, കിനാവുകളില്ല. ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള കിനാവുകളാണ്. ആ വീട്ടിലുള്ള 3, 4, 5, 10 ആളുകൾ അടങ്ങിയ ഒരു ടീമില്ലേ, ആ ടീമേ ഉള്ളൂ. അല്ലാതെ ഞാനില്ല, ഞങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളേ ഉള്ളൂ. എന്തൊരു മനോഹരമായ ഒരു ഫിലോസഫിയാണ് അതിനകത്തുള്ളത്. ആലോചിച്ചു. ഒരു ചെങ്ങല പോലെയാണ്. ചെങ്ങല ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെങ്ങല വളരെ ശക്തമായ ഒരു ചെങ്ങലയായിരിക്കും അല്ലേ? വളരെ ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ചെങ്ങല. ഒരു കണ്ണി മറ്റൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന അതിശക്തമായൊരു ആയുധം പോലത്തെ സംഭവമാണ് ചെങ്ങല അല്ലേ? പക്ഷെ ആ ചെങ്ങലയുടെ ഒരു കണ്ണി കേട് വന്നല്ലോ. എല്ലാ കണ്ണിയൊന്നും കേടുവരണ്ട. ഒരു കണ്ണി കേട് വന്നാൽ അത് പിന്നെ ചെങ്ങലയല്ലാതായി മാറി, ഇരുമ്പിൻ്റെ എന്തോ ഒരു സാധനമായി മാറി. എന്തിനു വേണ്ടിയാണോ ചെങ്ങല ഉണ്ടാക്കിയത് ആ സംഗതി നടക്കാതെ വരും. എല്ലാ കണ്ണികളും കേട് വന്നിട്ടുണ്ടോ? എല്ലാ കണ്ണികളും കേട് വന്നിട്ടില്ല. ഒരു കണ്ണിയെ കേട് വന്നിട്ടുള്ളൂ. ദിസ് ഈസ് ദ ടീം. ഫുട്ബോൾ കളിക്കുമ്പോൾ 7 ആളുകളായിരിക്കും ഒരു ടീമിലുണ്ടാവുക. 7s ആണെങ്കിൽ അല്ലേ? ഒരാൾക്ക് പന്ത് കിട്ടും. അയാൾ നേരെ പോയിട്ട് ഗോളടിക്കുകയല്ലല്ലോ ചെയ്യുക. അയാൾ വേറൊരാൾക്ക് പന്ത് കൊടുക്കും. അയാൾ 3ാമതൊരാൾക്ക് കൊടുക്കും. അയാൾ 4ാമതൊരാൾക്ക് കൊടുക്കും. 4ാമതൊരാൾക്കും ഗോളടിക്കാൻ സെറ്റല്ല എന്ന് കണ്ടാൽ പന്ത് 5ാമത്തെ ആളുടെ കയ്യിലെത്തും. ചിലപ്പോൾ ഗോളടിച്ചത് ആരായിരിക്കും? 6ാമത്തെ ആളായിരിക്കും അല്ലേ? ജയിച്ചതാരാ? 6ാമത്തെ ആളാണ് ഗോളടിച്ചത്. പക്ഷെ ജയിച്ചതാരാണ്? 6ാമത്തെ ആൾ മാത്രമല്ല, ഒരു ടീമാണ് ജയിച്ചത്. ഇതാണ് ടീം. ഒരു കുടുംബത്തിലെ ഒരാളുടെ ജീവിതം ഭംഗിയുള്ളതാക്കുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ, അതെനിക്ക് മാത്രമായിട്ടുള്ളൊരു ശ്രദ്ധയല്ല, ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയാണ്. കാരണം എൻ്റെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അത് എന്നെ മാത്രമല്ല ബാധിക്കുക, ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകളെ ബാധിക്കുന്നൊരു കാര്യമായിട്ടത് മാറും. അതാണ് ടീം. ദുൽഖർ സൽമാൻ ആരാണെന്ന് നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വാപ്പ ആരാണ് എന്നും ഇവിടെ ആരോടും പറയേണ്ട കാര്യം ഉണ്ടാവില്ല. അദ്ദേഹം 10-40 വർഷങ്ങളായി ആ വാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. അത്രയേറെ അപകടം പിടിച്ചൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഴുക്കുന്ന വയൽവരമ്പ് പോലെ അപകടം നിറഞ്ഞ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്.
ആണല്ലോ. ആ വാപ്പയെക്കുറിച്ച് ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാപ്പയെക്കുറിച്ച് ആ മകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരവസ്ഥ എൻ്റെ വാപ്പ ഇത്രയും കാലമായി എനിക്കുണ്ടാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെ വാപ്പയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. വേറൊരാളുടെ മുന്നിൽ, ചങ്ങാതിമാരുടെ മുന്നിൽ, അയൽക്കാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്കുണ്ടാക്കിയിട്ടേ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ വാപ്പ വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ്, പത്മശ്രീ അടക്കം കിട്ടിയിട്ടുള്ള ആളാണ്, ഇന്ത്യ മുഴുവനും അംഗീകരിക്കുന്ന വലിയൊരു അഭിനേതാവാണ്, സാംസ്കാരിക പ്രവർത്തകനോ കലാകാരനോ ഒക്കെയാണ്. പക്ഷെ അതൊന്നും ഒരു മകൻ്റെ മനസ്സിലില്ല. അദ്ദേഹത്തിന് കിട്ടിയ എത്ര വലിയ അവാർഡുകളും ഒരു മകൻ്റെ മനസ്സിൽ ചെറുതാണ്. മകൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിത്രമേ ഉള്ളൂ. അതാരാണ്? വാപ്പ. ആ വാപ്പയെക്കുറിച്ച് പറഞ്ഞ വാക്കാണ്, എനിക്ക് തലകുനിക്കേണ്ട ഒരവസ്ഥ എനിക്ക് എൻ്റെ വാപ്പ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് ആ മനുഷ്യൻ കൊടുക്കുന്ന വിലയെക്കുറിച്ചാണ് ആ പറയുന്നത്. നമുക്ക് എന്തൊക്കെ നമുക്കുണ്ട് എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നതാണ്, അല്ലേ? നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായ കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ കല്യാണം നടക്കുന്ന സമയത്ത്, നിക്കാഹ് നടക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്ന പുരുഷനും സ്ത്രീക്കും വേണ്ടി, വധൂവരന്മാർക്ക് വേണ്ടി നമ്മൾ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്, അല്ലേ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്. ആ പ്രാർത്ഥനയിൽ 2 പ്രാവശ്യം ഒരേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആകെ ഒരു ചെറിയ പ്രാർത്ഥനയാണ്, കുറച്ച് വാക്കുകളെ ആകെ ഉള്ളൂ. ആകെ കുറച്ച് വാക്കുകളുള്ള ആ പ്രാർത്ഥനയിൽ ഒരു വാക്ക് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ബർക്കത്ത്. ബർക്കത്ത്, അല്ലേ? ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ എന്നാണ് 2 പ്രാവശ്യം ഉപയോഗിച്ചത്. എന്താണ് ബർക്കത്ത് എന്നുള്ള വാക്ക്? എന്താണ് ബർക്കത്ത്? എന്താ ബർക്കത്ത്? എന്താ കുറേ ഉണ്ടാവലാണോ ബർക്കത്ത്? ആണോ? കുറേ ഉണ്ടാവലല്ല ബർക്കത്ത്. കുറേ ഉണ്ടാവലല്ല ബർക്കത്ത്. ഉള്ളത് പെരുകലല്ല ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മനസ്സമാധാനമാണ്. അതാണ്. ഒരാൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനം അതിൽ അയാൾക്ക് സമാധാനം ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് ബർക്കത്തിൻ്റെ അളവ്. മനുഷ്യർ തമ്മിൽ ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചില മൂല്യങ്ങൾ ഉണ്ടാവണം. ആ മൂല്യങ്ങളെ ഒരാൾക്ക് എത്ര കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ അത്രയും അയാൾക്ക് പടച്ചോൻ്റെ അടുത്തു നിന്നുണ്ടാവുന്ന ഒരനുഗ്രഹമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ബർക്കത്ത്. അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായൊരു കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. വാപ്പ ഉണ്ടാവുക, ഉമ്മ ഉണ്ടാവുക, കുട്ടികളുണ്ടാവുക, ഇണ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെന്ന് കയറാനുള്ള സമാധാനത്തിൻ്റെ സ്രോതസ്സുകൾ ഉണ്ടാവുക. അതാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടമുണ്ടായ ഒരു നിമിഷമുണ്ട്. എൻ്റെ ഉമ്മ മരിക്കുന്നത് 2013 വാപ്പ മരിക്കുന്നത് 2015. ചെറിയ സമയത്തിലാണ്. എനിക്ക് അന്ന് ചെറിയ പ്രായമേ ഒരു 30 വയസ്സിലെത്തിയിട്ടില്ല. ചെറിയ ഒരു സമയത്തിനുള്ളിൽ 2 ആളുകളും പോവാ. ഇപ്പോഴും ഇങ്ങനെ അവരുടെ ഖബർ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത്, കുറേ ദൂരെയാണ് നമ്മുടെ തറവാടുള്ളത്, അവരുടെ ഖബർ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറുകൾ അടുത്തടുത്താണ്. അവിടെ ഇങ്ങനെ നടുവിൽ നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ ആലോചിക്കാറുള്ളൊരു കാര്യം, ഒന്ന് ദേഷ്യപ്പെടാനെങ്കിലും അവർ ഈ ലോകത്ത് ഉണ്ടായാൽ മതിയിരുന്നു എന്നാണ്. അവർ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നൊന്നുമില്ല, അവർ ഈ ലോകത്ത് ഉണ്ടായാൽ മതിയായിരുന്നു. എവിടെങ്കിലും ഒന്ന് ചെന്ന് കയറാൻ, ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ചെന്ന് കയറാൻ ഉമ്മ ഉണ്ടായാൽ മതിയായിരുന്നു, ഇപ്പം ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് ആലോചിക്കുക. അവരുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം.
ശ്വാസത്തോടെ അവർ ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ഉമ്മ ഉണ്ടാവുക, വാപ്പ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ്, അറ്റൻഷൻ എന്നാണ്. നമുക്ക് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പനിയും ചൂടൊക്കെ വരികയാണ് നമ്മളെ ശരീരത്തിൽ. നമ്മളിങ്ങനെ ആകെ തളരാൻ തുടങ്ങുകയാണ്, ആകെ ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ചോദിക്കും എന്ത് പറ്റിയെന്ന്, അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ചിലപ്പോൾ അതും ചോദിക്കണമെന്നില്ല. ആ ബസ്സിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളില്ലേ, ആ ബസ്സിൽ മുഴുവനുമുള്ള മനുഷ്യരില്ലേ, അവരൊന്നും നമ്മുടെ ആ ക്ഷീണം ശ്രദ്ധിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. ആ വീട്ടിലുള്ള ആളോട് പറയുന്നു എനിക്ക് എന്തോ ഒരു തളർച്ചയുണ്ട്, പനി വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നേരെ നമ്മൾ റൂമിനകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞാൽ ഒരു ചുക്ക് കാപ്പിയുടെ രൂപത്തിൽ ഇങ്ങനെ വരുന്നൊരു സാധനമുണ്ട്. ഒരു കമ്പിളിപ്പുതപ്പായി ഇങ്ങനെ കയറി വരുന്ന ഒരാളുണ്ട്. ഗുളികയും മരുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്ന ഒന്നോ രണ്ടോ മനുഷ്യരുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബസ്സിൽ നിന്ന് കിട്ടാത്തതേ ഇതിനകത്തുനിന്ന് കിട്ടാൻ തുടങ്ങും, അല്ലേ? ആ ബസ്സിലും ആ നഗരത്തിലുള്ള ധാരാളം മനുഷ്യരുണ്ട്, ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അവരൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഈ വീടിനകത്തുനിന്ന് ഒരാൾ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. മരുന്നായും ചുക്ക് കാപ്പിയായും കമ്പിളിയായും പുതപ്പായും. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ്. അതിന് എന്ത് പേര് വിളിച്ചാലും, വാപ്പ എന്ന് വിളിച്ചാലും ഉമ്മ എന്ന് വിളിച്ചാലും ഭർത്താവ് എന്ന് വിളിച്ചാലും ഭാര്യ എന്ന് വിളിച്ചാലും മക്കളെന്ന് വിളിച്ചാലും സുഹൃത്ത് എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും ആ ആൾ നമുക്കൊരു ശ്രദ്ധ തരുന്നുണ്ടെങ്കിൽ, വേറെ ആർക്കും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ശ്രദ്ധ ആ മനുഷ്യനിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കാവുന്ന പേരാണ് സ്നേഹം. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ എന്നാണ്. അതുകൊണ്ട് ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് കയറി ചെല്ലാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? വാപ്പ കോളിംഗ് എന്നിങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴും കാണുന്നുണ്ടോ? ഉപ്പ വിളിക്കുന്നു, അച്ഛൻ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു എന്നൊക്കെ ഇപ്പോഴും നമ്മുടെ ഫോണിൽ കാണുന്നുണ്ടോ? എങ്കിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളില്ലേ, ഏറ്റവും ഭാഗ്യവാന്മാരായ നിങ്ങളാണ്. പൊതുവേ നമ്മൾ ഉമ്മയെ നമുക്കറിയാം, ഉമ്മാൻ്റെ സ്നേഹവും ഉമ്മാൻ്റെ കരുതലും ഒക്കെ നമുക്കറിയാം. അത് പാട്ടായും പ്രസംഗമായും കഥകളായും കവിതകളായും ഒക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും. ഉമ്മയെക്കുറിച്ച് അത്രയും പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ. പക്ഷെ അവിടെ പറയപ്പെടാതെ പോകുന്ന ഒരാളുണ്ട്. അതാരാണ്? വാപ്പയാണ്, അച്ഛൻ. വാപ്പാനെ നമുക്ക് മനസ്സിലാവില്ല, കാരണം വാപ്പ പിടുത്തം തരില്ല. എത്ര വായിച്ചാലും മനസ്സിലാകാത്ത കുറേ പേജുകളുള്ള, വായിച്ചാലും തീരാത്ത പേജുകളുള്ള, എത്ര വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ അധ്യായങ്ങളുള്ള കട്ടിയുള്ളൊരു പുസ്തകത്തിൻ്റെ പേരാണ് വാപ്പ. ഉമ്മ ചെയ്യുന്നത് ഏകദേശം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്, വിസിബിളാണ്, അല്ലേ? ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതാണ് പ്രത്യേകത. ഉമ്മ ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും, വാപ്പ ചെയ്യുന്നതോ കാണാൻ കഴിയും. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, ഈ പാലിയേറ്റീവിൻ്റെ ഡോക്ടറാണ്, അറിയാലോ അല്ലേ? പ്രത്യേകിച്ച് ഇനി ഒരു ചികിത്സയൊന്നും ഇല്ലാത്ത രോഗികളില്ലേ, അവർക്കിങ്ങനെ ആശ്വാസം കൊടുക്കാനേ കഴിയൂ, അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുത്ത് മയക്കിക്കിടത്താനേ കഴിയുള്ളൂ. അത്ര അവസ്ഥയിലെത്തിയ രോഗികൾ കിടക്കുന്ന വാർഡാണ്. ആ വാർഡിൻ്റെ ചുമതലയുള്ള ഡോക്ടറാണ്. അവിടെ കിടക്കുന്നതൊക്കെ തീരെ വയ്യാത്ത ആളുകളാണ്. ആ വാർഡിലേക്ക് ഒരു അച്ഛനും മകനും വന്നു. മകനെയും കൊണ്ട് അച്ഛൻ വന്നതാണ്. മകന് തീരെ വയ്യ, മോന് തീരെ വയ്യ. മോന് ആ വലിയ അസുഖം പിടിച്ചതാണ്. അങ്ങനെ ആ മോനെ വാർഡിലേക്ക് കിടത്തി. അന്ന് രാത്രിയായി കുറേ സമയം കഴിഞ്ഞിട്ടും ഈ കുട്ടി ഉറങ്ങുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങണില്ല. അപ്പോൾ ഈ അച്ഛനിങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട്
കാണുന്നുണ്ട് ഈ മോന് കരഞ്ഞിരിക്കുന്നതും ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ പെടയുന്നതൊക്കെ അച്ഛൻ കാണുന്നുണ്ട്. അപ്പോൾ അച്ഛൻ മെല്ലെ വാതിലിനടുത്തേക്ക് വന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാനൊന്ന് അകത്തേക്ക് വരട്ടെ, എൻ്റെ മോന് ഗുളിക കുടിച്ചാലൊന്നും ഉറങ്ങില്ല, അവൻ എൻ്റെ തോളിൽ കിടന്നാലേ ഉറങ്ങുള്ളൂ, അതുകൊണ്ട് ഞാനൊന്ന് അകത്തേക്ക് വന്നിട്ട് കുറച്ചു നേരം എൻ്റെ കുട്ടിയെ ഒന്ന് തോളിലിട്ടിട്ട് ഉറക്കട്ടെ എന്ന് ചോദിച്ചു. രാമൻകുട്ടി എന്നാണ് അച്ഛൻ്റെ പേര്. ഡോക്ടർ പറഞ്ഞു അത് കഴിയില്ല രാമൻകുട്ടി, നിങ്ങൾ ക്ഷമിക്കണം, കാരണം മറ്റുള്ള രോഗികളൊക്കെ ഉള്ളതല്ലേ, നമ്മൾ രോഗികളെ അല്ലാതെ ഒരാളെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല, അതുകൊണ്ട് രാമൻകുട്ടി അകത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു. രാമൻകുട്ടിക്ക് മനസ്സിലായി അകത്തേക്ക് പോകാൻ പാടില്ല എന്ന്. അപ്പം രാമൻകുട്ടി ഡോക്ടറോട് അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണെന്നറിയോ, ഓക്കെ ഞാൻ അകത്തേക്ക് വരുന്നില്ല, എന്നാലും ഡോക്ടർ എൻ്റെ മോനോടൊരു കാര്യം പറയോ, അവൻ്റെ ചെവിയിലൊരു കാര്യം പറയോ. എന്താ പറയണ്ടേ? അവൻ കിടക്കണ ആ കട്ടിലില്ലേ, ആ കട്ടിലുണ്ട്, ആ കട്ടിലിൻ്റെ അടുത്തൊരു ചുമരില്ലേ, ആ ചുമരുണ്ട്, ആ ചുമരിൻ്റെ പുറത്ത് അച്ഛനുണ്ട് എന്നൊന്ന് പറയോ, എന്നാൽ എൻ്റെ കുട്ടി ഉറങ്ങും. ഡോക്ടർ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം, രാമൻകുട്ടി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ ചെന്നത് പറഞ്ഞു കുട്ടിയോട്. ഡോക്ടർ പറയണേ രാവിലെ 5:30 മണിക്ക് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ റൂമിൽ നിന്ന് വാർഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ മോൻ കിടക്കുന്ന ഭാഗത്തെ ചുമരിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. ഡോക്ടർ പറയാ അവിടെ ഇങ്ങനെ ആ ചുമരിലിങ്ങനെ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് പറ്റിപ്പിടിച്ച് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് രാമൻകുട്ടി എന്ന ആ പാവമച്ഛൻ. ഒരു രാത്രി മുഴുവൻ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മോനെ താലോലിക്കുന്നത് പോലെ നേരം വെളുക്കുവോളം ഒരച്ഛൻ. ഇതാ കുട്ടി കാണുന്നുണ്ടോ? ഉണ്ടോ? ഇതാ കുട്ടി കാണുന്നില്ലല്ലോ, ഒരാളും കാണുന്നില്ല. ആരെ? അച്ഛനെ. നമുക്കൊരിക്കലും മനസ്സിലാവില്ല നമ്മുടെ വാപ്പയെ, നമുക്ക് പിടുത്തം തരില്ല. സങ്കടങ്ങളെല്ലാം ഉരുകി ഒലിച്ച് സ്വയം ഇങ്ങനെ ഉരുകുന്ന കുറേ മനുഷ്യരുടെ പേരാണ് വാപ്പന്മാർ. വാപ്പ ഉണ്ടാവുക, അമ്മ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മളെ ശ്രദ്ധിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്നാണ്. നമ്മൾ ഈ സാധാരണ മലയാളത്തിൽ കുറേ പാട്ടുകൾ, ഈ അമ്മ പാടുന്ന താരാട്ട് പാട്ടുകൾ ഒരുപാടില്ലേ? ഉണ്ണി വാവാവൊക്കെ ഇല്ലേ? എന്താണ്? എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങുക. അമ്മ പറയുക എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ലോകങ്ങളും ഉറങ്ങൂ. 3 ലോകങ്ങളാണ്, അതൊരു മിത്തോളജിയാണ്. ആ 3 ലോകങ്ങളും ഉറങ്ങൂ. ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട്. അമ്മയുടെ സ്വാർത്ഥതയാണ്. എന്നാൽ അച്ഛൻ പാടുന്നൊരു താരാട്ട് പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അച്ഛൻ്റെ താരാട്ട് പാട്ട്. അതൊരു പഴയ ലളിതഗാനമാണ്, ONV എഴുതിയ ലളിതഗാനമാണ്. അച്ഛനെ കുട്ടിയെ ഉറക്കുകയാണ്. ഇങ്ങോട്ട് അച്ഛൻ പറയണത് എന്താണെന്നറിയോ? ആ പാട്ടിലെ 3 വരികളാണ് ആദ്യത്തെ. ആ 3 വരികൾ ഇങ്ങനെയാണ്: ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. കുയിലിനോട് പറയാ, ഇനി നിൻ്റെ പാട്ടിൻ്റെ സൗണ്ട് കുറക്ക്, എൻ്റെ കുട്ടി ഉറങ്ങാണ്. ഒന്നിന് തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത്. നിലാവിനോട് പറയാണ്, നിലാവിൻ്റെ വെളിച്ചം കുറച്ച് കുറക്ക്, എൻ്റെ കുട്ടിക്ക് സ്വപ്നം കാണണം. 3-ാമത്തെ വരി എന്താണെന്നറിയോ? 3-ാമത്തെ വരിയിൽ പറയാ, ഒച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തം എന്നോമൽ മയങ്ങിടുമ്പോൾ. അയാൾ ഹൃദയത്തോട് പറയാണ്, ഹൃദയമേ ഇങ്ങനെ മിടിക്കല്ലേ, ഇത്ര ഒച്ചത്തിൽ മിടിക്കല്ലേ, കാരണം എൻ്റെ കുട്ടിക്ക് ഉറങ്ങണം. അപ്പോൾ കുട്ടി ഉറങ്ങുന്നത് എവിടെയായിരിക്കും? എവിടെയായിരിക്കും? അയാളുടെ നെഞ്ചത്താണ് ഉറങ്ങണത്. കുട്ടി ഉറങ്ങണത് അച്ഛൻ്റെ നെഞ്ചിലാണ്. ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കാം. ഇത് പ്രസംഗിക്കേണ്ട ഒരു ദിവസമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന കുറേ ആളുകളുണ്ടാവും, കുട്ടിക്കാലം മുതൽ പരിചയമുള്ള ആളുകളുണ്ടാവും, കുറേ കാലമായിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ തമ്മിലിരുന്ന് വർത്തമാനം പറയേണ്ട ദിവസമാണ്. വേറൊരാൾ വന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കുടുംബസംഗമത്തിൽ ശരിയല്ലാത്ത
ഒരു സംഭവം. കുറച്ച് നേരം കൊണ്ട് വർത്തമാനം പറഞ്ഞ് നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു ബന്ധവും, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് കേട്ടോ, ഏതൊരു ബന്ധവും നിലനിൽക്കുന്നതിൻ്റെ പശ എന്താണെന്നറിയോ? ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്താണെന്നറിയോ? നമ്മൾ സ്നേഹം എന്നൊക്കെ പറയും. സ്നേഹത്തിനൊക്കെ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമേ ഉള്ളൂ. ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്ന് പറയുന്നത് ശരിക്കും കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള മനസ്സിൻ്റെ മാറ്റങ്ങളുണ്ടാവും. അതെല്ലാ മനുഷ്യനുണ്ടാവും. ഒരാളും എല്ലാ സമയത്തും ഒരുപോലെ ആവില്ല. ആകുമോ? മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അല്ലേ? ആണല്ലോ. എല്ലാ മണ്ണും ഒരുപോലെയാണോ? ഒരേ മണ്ണ് തന്നെ എല്ലാ സമയത്തും ഒരുപോലെയാണോ? മാറിക്കൊണ്ടിരിക്കണില്ലേ? ഈ ഭൂമിയുടെ ഉള്ളിൽ, മണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ആരിലുണ്ടാവും? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിലുണ്ടാവും. ഈ മനുഷ്യൻ്റെ മാറ്റങ്ങളില്ലേ, അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ മനസ്സിൻ്റെ പേരാണ് കാരുണ്യം എന്ന് പറയുന്നത്. കാരുണ്യത്തിന് എന്താ അറബിയിൽ പറയുക? എന്താ പറയുക? റഹ്മ എന്നല്ലേ പറയുക? കേട്ടിട്ടില്ലേ? റഹ്മ. ഈ റഹ്മ എന്നുള്ള വാക്കിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ഗർഭപാത്രം എന്നാണ്. ഒരു വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്താണ്? കാരുണ്യം. 2ാമത്തെ അർത്ഥം എന്താണ്? ഗർഭപാത്രം. ഈ ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് തോന്നിയതാണ്. ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ 3-4 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ പാത്രമാണ്, ചെറിയൊരു അറയാണ്. ആണല്ലോ, അല്ലേ? ഒരു ചെറിയ കുഞ്ഞായി ജനിക്കുന്നത് മുതൽ ഉള്ള ഒരു പെൺകുട്ടിയുടെ ഉള്ളിലെ ചെറിയൊരു അറയാണ്. 3-4 സെൻറ്റിമീറ്ററേ ഉള്ളൂ. ആ 3-4 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ അറയാണ് 3-4 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം വികസിക്കുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് എല്ലാതരം മാറ്റങ്ങളും ഉണ്ടാവും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാവും. പലതരം സംഘർഷങ്ങളുണ്ടാവും. പലതരം ഉള്ളിൽ നടക്കുന്ന വ്യത്യാസങ്ങളുണ്ടാവും. ഒരു പെൺകുഞ്ഞ് ജനിച്ച നിമിഷം മുതൽ അവളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, ആണല്ലോ, ഗർഭപാത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 13 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സ് മുതൽ ഒരു 50-60 വയസ്സ് വരെ അവളുടെ ജീവിതത്തിൽ ഓരോ മാസവും അവൾ കടന്നു പോകേണ്ട ആ സംഘർഷകാലത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, മനുഷ്യവംശത്തിന് വേണ്ടിയിട്ടല്ലേ. എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്നാലോചിച്ച് നോക്കൂ. ഒരു സമയത്തോട് വന്നിട്ട് നമ്മളോട് പറയാം, എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും അടിവയറ്റിൽ വല്ലാത്ത വേദനയും തളർച്ചയുമൊക്കെ ഉണ്ട് എന്ന് നമ്മളോട് വന്ന് പറയണത് എന്തിനാ? വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ? അതാണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ നമ്മളോട് പറഞ്ഞ? ഇന്നലെ പെരുമാറിയതുപോലെ ഇന്ന് എന്നോട് പെരുമാറില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞതുപോലത്തെ വാക്ക് എന്നോട് ഇനി പറയില്ല കേട്ടോ. അതേപോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വേദനിപ്പിക്കരുത്. കാരണം ഞാൻ തളർന്നൊരു മനുഷ്യനാണിപ്പോൾ. പറയാതെ പറയാണ്, ചോദിക്കാതെ ചോദിക്കുകയാണ്. എന്ത്? കാരുണ്യം. എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ ഒട്ടിച്ചു നിർത്തുന്ന പശ കാരുണ്യമാണ്. ഇവിടെ ഒരുപാട് പുരുഷന്മാരിയ്ക്കുന്നുണ്ടല്ലോ, സ്റ്റേജിലും സദസ്സിലുമായിട്ട് കുറേ പുരുഷന്മാരിയ്ക്കുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരുടെ അടുത്തും പോയിട്ട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ. ഈ ഇരിക്കുന്ന ആണുങ്ങളുടെ അടുത്ത് വെറുതെ ഒന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, ഇപ്പം മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും. പരിഹരിക്കേണ്ട ഒരു പ്രശ്നവുമായിട്ടാണ് ഈ ഇരിക്കുന്നത്. എന്തോ ഒരു കാര്യം മനസ്സിനെ അലട്ടുന്നുണ്ട്. അതെന്താണ് എന്ന് വെറുതെ ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു നോക്കൂ.
മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവും, മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ആ പ്രശ്നം അയാളുടേതാവില്ല, വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കും. പെങ്ങളുടേതായിരിക്കും, പെങ്ങളുടെ കുട്ടിയുടേതായിരിക്കും, അനിയൻ്റേതായിരിക്കും, അളിയൻ്റേതായിരിക്കും, അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും. അല്ലേ? ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? എന്നോട് കുറച്ച് കാരുണ്യം കാണിക്കണമേ എന്നാണ്. ആ കാരുണ്യം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുക. മിക്കവാറും നമ്മുടെ ജീവിതത്തിലൊരു സങ്കടം നമുക്ക് തന്നിട്ടുണ്ടാവുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും. മിക്കവാറും ആളുകൾക്ക് അങ്ങനെ തന്നെ. കാരണം നമ്മൾ അത്രയും അടുത്ത് പരിചയപ്പെടുകയും അടുത്ത് ഇടപെടുകയും ചെയ്യുന്നത് കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ. അപ്പം ഉണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മൾ യൂസുഫ് നബിയുടെ ചരിത്രം പഠിച്ചിട്ടില്ലേ? യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്മാരാണ്, ആണല്ലോ. ഇക്കാക്കാരാണ് ആ ചെറിയ മോനോടുള്ള അസൂയ കാരണം കിണറ്റിൽ കൊണ്ടുപോയിട്ട്, ആരും ഉപയോഗിക്കാത്തൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ആ കുട്ടിയെ വലിച്ചെറിഞ്ഞു. എന്തിനാ വലിച്ചെറിഞ്ഞ്? ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാ? കൊല്ലാൻ വേണ്ടിയാണ്. പക്ഷെ പഠിച്ചോൻ രക്ഷിച്ചു, അല്ലേ? പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ മനുഷ്യനെ ഈജിപ്തിലെ കൊട്ടാരത്തിലെ മന്ത്രിയാക്കി പഠിച്ചോൻ. ഇതാണ് പഠിച്ചോൻ്റെ പ്ലാന്. യൂസുഫ് നബി ജനിച്ചത് എവിടെയാ? മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട്ടിലാണ്. മലഞ്ചെരുവിലെ ഒരു ചെറിയ കുടിലിൽ ജീവിച്ച യൂസുഫ് നബിയെ പഠിച്ചോൻ എവിടെ എത്തിച്ചു? ഈജിപ്തിലെ കൊട്ടാരത്തിൽ എത്തിച്ചു. ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച ഒരാളുണ്ട്, അതാരാന്നറിയോ? മൂസാ നബിയാ. ആ മൂസാ നബിയെ എവിടെ എത്തിച്ചു? മലഞ്ചെരുവിലെ വേറൊരു കുടിലിൽ എത്തിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടത്? മലഞ്ചെരുവിലെ ചെറിയ കുടിലിൽ ജനിച്ച് ജീവിച്ച യൂസുഫ് നബി എവിടെ എത്തി? ഈജിപ്തിലെ കൊട്ടാരത്തിലെ ധനകാര്യ മന്ത്രിയെ. ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച മൂസാ നബി മലഞ്ചെരുവിലെ മദിയൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തെ മലഞ്ചെരുവിലെ ചെറിയൊരു കുടിലിലെത്തി. ഇതാണ് പഠിച്ചോൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ശരി, യൂസുഫ് നബി വലിയൊരു ആളാവുകയും കല്യാണം കഴിക്കുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഒരു കുട്ടിയുണ്ടായി, ഒരു ആൺകുട്ടി ഉണ്ടായി. ആ ആൺകുട്ടിക്ക് അദ്ദേഹത്തെ പേരെന്തായിരുന്നു എന്നറിയോ? യൂസുഫ് നബിയുടെ മകന് യൂസുഫ് നബി കൊടുത്ത പേരെന്തായിരുന്നു എന്നറിയോ? മനാസേഹ്. മനാസേഹ് മനാസേഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സാരല്ല പോട്ടെ, എല്ലാം മറക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ടത്? ഈ കുട്ടി വലിയ കുട്ടിയാകുമ്പോൾ നാട്ടുകാരാരെങ്കിലും വന്നിട്ട് പറഞ്ഞേക്കാം, എന്ത്, എടാ നിൻ്റെ മൂത്താപ്പന്മാരൊക്കെ നിനക്കറിയോ? നിൻ്റെ വാപ്പൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ നിനക്കറിയോ? നിൻ്റെ വാപ്പയെ കൊല്ലാൻ വേണ്ടി കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആളുകളാണ് അവരോട് പകരം ചെയ്യണം, അവരുടെ മക്കളോട് പകരം ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും വന്ന് ഈ കുട്ടിയോട് പറഞ്ഞേക്കാം. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവരോട് ഈ കുട്ടിക്ക് പറയാനുള്ളൊരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ആ പേര് മനാസേ. സാരല്ല പോട്ടെ. രണ്ട് ചങ്ങാതിമാരിങ്ങനെ യാത്ര പോയ കഥ കേട്ടിട്ടില്ലേ? അവർ തമ്മിൽ എന്തോ വഴക്കായി. ഒരാൾ മറ്റേയാളെ അടിച്ചു. അടി കൊണ്ടിട്ട് ഇയാൾ തിരിച്ചടിച്ചതൊന്നുമില്ല. ഇയാൾ താഴെ ഇരുന്ന് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു. മണലിൽ എഴുതി വെച്ചു, എന്ത്, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു. പിന്നെയും അവർ യാത്ര പോവുക. പിറ്റേ ദിവസം ആ അടി കൊണ്ട ആളില്ലേ, അയാളൊരു ഒഴുക്കിൽപ്പെട്ടു, പുഴയിലോ മറ്റോ ഒഴുക്കിൽപ്പെട്ടു. അയാൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ ആ പുഴയിലേക്ക് ചാടി മറ്റേയാൾ രക്ഷിച്ചു. ഇന്നലെ അടിച്ച ആളില്ലേ, ഇന്ന് ജീവൻ രക്ഷിച്ചു. ഇയാൾ നേരെ കരയിലേക്ക് വന്ന് അയാളുടെ തോൽസഞ്ചിയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് പാറയിലിങ്ങനെ കഷ്ടപ്പെട്ട് എഴുതുകയാണ്, എന്ത്, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എൻ്റെ ജീവൻ രക്ഷിച്ചു. അപ്പം അവൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഇന്നലെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത്, ഇന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ നീ പാറയിലാണല്ലോ എഴുതി വെച്ചത്. അപ്പം ചങ്ങാതി പറഞ്ഞു കൊടുത്തു, അതങ്ങനെയാണടാ,
നമ്മൾ തമ്മിൽ കലഹിച്ചിട്ടുണ്ട്, നമ്മൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ അടിയൊക്കെ കൂടിയിട്ടുണ്ടാവും. അത് നമ്മളോട് മറഞ്ഞു പോകണം. ഇനി ഒരാളും അതിനെക്കുറിച്ച് അറിയരുത്. നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെയും വഴക്ക് കൂടരുത്. അത് മണലിൽ എഴുതിയിട്ടാൽ മതി, ഒരു കാറ്റ് വന്ന് അതിനെ മറിച്ച് കളയും. പക്ഷേ നമ്മൾ സ്നേഹിച്ച നിമിഷങ്ങളില്ലേ, നമ്മൾ സഹായിച്ച നിമിഷങ്ങളില്ലേ, നമ്മൾ പരസ്പരം കാരുണ്യം കാണിച്ച നിമിഷങ്ങളില്ലേ, അത് മണലിൽ എഴുതി വെക്കേണ്ടതല്ല, അത് പാറയിൽ കൊത്തിവെക്കണം. വരാനിരിക്കുന്ന മനുഷ്യരും അതിനെക്കുറിച്ച് പറയണം, അറിയണം.